ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫിൻ്റെ പെരട്ട് ഉണ്ടാക്കി നോക്കാം. 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 3 സവാള, വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇനി വേണ്ട മസാലപ്പൊടികൾ: വലിയ ജീരകം, ചെറിയ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലയുണ്ടല്ലോ, സ്പൈസസ്, അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ സവാളയുടെയൊക്കെ ഒപ്പം ഇട്ട് കൊടുക്കാം. നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഇതാ നോക്കി, നമ്മളെല്ലാം കൂടി ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നോക്കി, ഇതേപോലെ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മസാലയുടെ കൂട്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് 2 തണ്ട് കറിവേപ്പിലയും അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മസാല അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് നല്ല രീതിയിലൊന്ന് ആ മസാല നല്ല രീതിയിലൊന്ന് ഗ്രേവി മൂത്ത് കിട്ടണം. അതാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ബീഫ് പെരട്ടിൻ്റെ ഒരു കൂട്ട്. പാകത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നോക്കിയാൽ നമ്മുടെ മസാലക്കൂട്ട് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതാ പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചിയും ഈ മസാലക്കൂട്ടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം 15 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇറച്ചി വേകുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് കഴിക്കുമ്പോൾ ഒരു തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുന്നതും അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബീഫും പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതാ നോക്കി, ഒരുപാടൊന്നും ഓവർ കുക്കായൊന്നും പോയിട്ടില്ല. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഫുള്ളാക്കി വെച്ചിട്ട് തന്നെയാണ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മുടെ ആ ഒരു പേസ്റ്റ് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ നോക്കിയാൽ നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചപ്പാത്തിൻ്റെ കൂടിയും അല്ല വെള്ളയപ്പത്തിൻ്റെ കൂടിയാണെങ്കിലും അല്ല ചോറിന് കൂടിയാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.